ഞാൻ 2 ദിവസം മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു റീല് കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു റീലാണ്. സത്യം പറഞ്ഞാൽ ഡെയിലി റീലുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് ഞാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ എംപവറിൽ ആദ്യമായിട്ട് ഐഫോൺ 17 Pro Max എന്ന് പറയുന്ന ഫോൺ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓറഞ്ച് കളറിലൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക റെവല്യൂഷനോട് കൂടിയിട്ട് ഇറങ്ങിയിട്ട് ഫോണുണ്ട്. അത് അറിഞ്ഞിട്ടുണ്ടാവും കുറെ ആൾക്കാർ. അങ്ങനെ ഒരു സാധനം ലോകത്ത് വന്നിട്ടുണ്ട്. കാരണം ആ റീലിൽ ഞാൻ കണ്ടപ്പോൾ അതൊരു റീലാണെങ്കിലും ഒരു റിയൽ ആയിട്ട് എനിക്ക് തോന്നി. അബൂബക്കർ എന്ത് ചെയ്യുന്നത്, ആ ഷോപ്പിലേക്ക് പോവാണ്. ഷോപ്പിൽ പോയിട്ട് സ്റ്റാഫിനോട് ചോദിക്കണത് എൻ്റെ ഫോണിന്റെ ഒരു പൗച്ച് വേണം. അപ്പൊ സ്റ്റാഫ് പറയും അത് പൗച്ച് ആ സെക്ഷനിലാണ്, സാർ പോയി സെലക്ട് ചെയ്തോളാൻ പറയും. അപ്പൊ അവിടെ പോയി സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു പൗച്ച് കിട്ടി, ഒരു കവർ കിട്ടി. ആ കവർ പോയിട്ട് വന്നിട്ട് പറയും ഇതെന്റെ ഫോണിന് പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ സോറി സാർ അത് പറ്റില്ല, ഇത് 13 Pro Max ഇടാൻ പറ്റില്ല, ഇത് 17 Pro Max പറ്റുള്ളൂ. അപ്പൊ പുള്ളി ഓക്കെ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യാം, നമ്മളൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, ഇനി ഇതിന് പറ്റുന്ന ഏതെങ്കിലും കവർ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു പോകും അല്ലെ. ഇതാണ് നമ്മൾ ചെയ്യാം. പക്ഷെ ആ ഒരു സ്വപ്നമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഡ്രീമിനെ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വ്യക്തി ചെയ്തത്, അബൂബക്കറിന്റെ റീലാണെങ്കിലും അത് റിയൽ ആണെന്ന് ഞാൻ വീണ്ടും പറയാം. ഈ പൗച്ച് ഇടാൻ പറ്റുന്ന ഫോൺ ഏതാ അത് എടുക്കുന്നു. അല്ലാതെ എന്റെ ഫോണിന് പറ്റിയ പൗച്ച് എവിടെയാണെന്നല്ല ചോദിച്ചു. ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന ഈ പൗച്ചിന് ഇടാൻ പറ്റുന്ന ഫോൺ ഏതാണോ അത് എടുക്കുന്നു. അത് ഐഫോൺ 17 Pro Max ആണ്. അത് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് നിൽക്കുന്ന സ്റ്റാഫിന്റെ ഒരു മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇതേപോലെ ആവണം നമ്മളെ കളിയാക്കിയ ആളുകളും, നമ്മളെ കുറ്റം പറഞ്ഞ ആൾക്കാരും, നമ്മളെ തോൽപ്പിക്കാൻ, നമ്മളെ തോൽവികൾ ആഗ്രഹിക്കുന്ന ആളുകളും, നമ്മൾ കരയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളും, നമ്മളോട് കെട്ടിപ്പിരിച്ച് കളിച്ച് ചിരിച്ച് നമ്മുടെ ഫുഡും വാങ്ങിച്ച് കഴിച്ച് നമ്മളവിടെ തിരിച്ചു പോന്നു കഴിഞ്ഞ് ഉടനെ നമ്മുടെ കുറ്റം പറഞ്ഞിരിക്കുന്ന ആളുകളും എല്ലാവർക്കും മുന്നിൽ കൊടുക്കാൻ പറ്റുന്ന ദ ബിഗ് ബീറ്റ്, ഏറ്റവും വലിയ അടി, ദ മാസീവ് സക്സസ്, ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അപ്ഗ്രേഡേഷൻസ് ആണ്.